ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഡൈനോക്സ് ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ സീരീസ് തുടങ്ങുകയാണ്. നമുക്ക് ഈ സർവൈവൽ സീരീസ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും എൻഡർ വേൾഡിലും നെതറിലൊക്കെ പോകണം. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും പരിശ്രമിക്കുന്നതാണ്. നമ്മൾ അതുപോലെ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എന്നെല്ലാം മച്ചൊരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വുഡ് വേണം. അപ്പോൾ നമ്മൾ വുഡ് എന്തായാലും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വുഡ് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. നമുക്ക് അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ടൂൾസ് ഉണ്ടാക്കണം, അതായത് ആക്സും പിക്കാപ്സും ഒക്കെ. അപ്പോൾ നമുക്ക് വേഗം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ആക്സും പിക്കാപ്സും ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് എന്തായാലും സ്റ്റോൺ മൈൻ ചെയ്യണം. പക്ഷേ നമുക്ക് സ്റ്റോൺ പിക്കാപ്സും സ്റ്റോൺ ആക്സ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി നമുക്ക് നേരെ നമ്മുടെ ചെറിയ ചെറിയ ടൂൾസ് എടുക്കാം. അതായത് നമുക്ക് ആക്സും പിക്കാപ്സും എടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ മൈനിങ്ങിന് പോകണം. മീൻസ് നമ്മുടെ സ്റ്റോൺ മൈൻ ചെയ്യണം. നമുക്ക് ഫർണേഴ്സ് ഉണ്ടാക്കണം. നമുക്ക് ഫുഡ് അത്യാവശ്യമാണ് സർവൈവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോൺ പിക്കാപ്സും സ്റ്റോൺ ആക്സും ഉണ്ടാക്കി നമുക്ക് നേരെ നമ്മുടെ സ്റ്റോൺ മൈൻ ചെയ്യാൻ പോകാം. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോൺ മൈൻ ചെയ്യാൻ പോകാം. നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോൺ പിക്കാപ്സും സ്റ്റോൺ ആക്സൊക്കെ ഉണ്ടാക്കണം. എസ് കേസ് അങ്ങനെ നമ്മൾ സ്റ്റോൺ മൈൻ ചെയ്യാൻ തുടങ്ങുകയാണ്. എസ് കേസ് അങ്ങനെ നമ്മൾ സ്റ്റോണേജ് ആയിരിക്കുന്നു. നമുക്ക് നേരെ സ്റ്റോൺ മൈൻ ചെയ്ത് നമുക്ക് നേരെ നമ്മുടെ സ്റ്റോൺ പിക്കാപ്സും സ്റ്റോൺ ആക്സും യെസ് ഗൈസ് നമ്മൾ ആവശ്യത്തിനുള്ള കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫർണേഴ്സും അതുപോലെ നമുക്ക് സ്റ്റോൺ ആക്സും സ്റ്റോൺ പിക്കാപ്സും ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് സ്റ്റോൺ പിക്കാപ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ മൈനിങ്ങിനാണ്. ഇനി നമുക്ക് നേരെ വുഡ് കളക്ട് ചെയ്യാൻ പോകണം. അതായത് നമുക്ക് വുഡ് കളക്ട് ചെയ്യണം. അതേപോലെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഷീപ്പിനെ കണ്ടുപിടിക്കണം ഗൈസ്. ഷീപ്പിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നൈറ്റ് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഷീപ്പിനെ കണ്ടുപിടിക്കണം. അതിന് ശേഷം നമുക്ക് നേരെ മൈനിങ്ങിൻ്റെ ഇതിലേക്ക് നോക്കണം. അതിന് നമുക്ക് കോള് കണ്ടുപിടിക്കണം. നമുക്ക് ടോർച്ച് വേണം. യെസ് ഗൈസ് അവിടെ ഒരു ഫോക്സിനെ കണ്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഷീപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. യെസ് ഗൈസ് അതാ നമുക്ക് സൈഡിൽ ഷീപ്പിൻ്റെ കൊന്നിട്ടേക്കണ കാണാം. നമുക്ക് നേരെ പോയി ഷീപ്പിനെ കൊന്നിട്ട് അവിടെ പോയി നമുക്ക് ഷീപ്പിൻ്റെ വൂളെടുക്കണം. അങ്ങനെ നമുക്ക് 3 വൂളിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കണം. യെസ് ഗൈസ് അപ്പോൾ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡേ നമുക്ക് സർവൈവ് ചെയ്യാൻ സുഖമായിരിക്കും. അപ്പോൾ അതാ ഗൈസ് ഇവിടെ ഷീപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ 2 വൂളായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ കണ്ടുപിടിച്ചാൽ മതി ഗൈസ്. ഒന്നും കൂടെ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഈ നൈറ്റ് സർവൈവ് ചെയ്യാൻ കിട്ടി. യെസ് ഗൈസ് അതാ മുകളിൽ ഷീപ്പിനെ നമ്മുടെ ഫോക്സ് കൊന്നിട്ടുണ്ട്. എന്തായാലും അതും കൂടെ പോയി എടുത്തിട്ട് നമുക്ക് നേരെ പോയി ബെഡ് ഉണ്ടാക്കാം. യെസ് ഗൈസ് അങ്ങനെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇതുണ്ടാക്കി കൊടുക്കണം. നമ്മളെ ബെഡ് ഉണ്ടാക്കണം. ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബെഡ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇനി എന്തായാലും ഫുഡ് കുക്ക് ചെയ്യണം ഗൈസ്. നമുക്ക് എന്തായാലും ഫുഡ് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫുഡ് അത്യാവശ്യമാണ്. നമുക്ക് എന്തായാലും ഇനി ഫുഡ് കുക്ക് ചെയ്യാൻ വെക്കണം. ഗൈസ് ഫുഡ് കുക്ക് ചെയ്യാൻ വെക്കാം. നമുക്ക് ഇനി ഫ്യൂവൽ ഇട്ട് കൊടുക്കണം. ഗൈസ് നമ്മൾ ഫ്യൂവൽ ഇടാൻ ശരിക്കും വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞു. നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പറ്റി. നമുക്ക് എന്തെങ്കിലും ചെസ്റ്റ് ഉണ്ടാക്കണം. നമ്മൾ ചെസ്റ്റ് ഉണ്ടാക്കാൻ നേരെ വുഡ് ഇതാക്കി നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ചെസ്റ്റ് നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഫ്യൂവൽ ഇട്ട് കൊടുക്കാം. ഫ്യൂവൽ ഇട്ട് കൊടുക്കണം. നമ്മൾ കരിയില കണ്ടിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ കരിയില എടുത്തിട്ട് ഫ്യൂവൽ ഉണ്ടാക്കി കൊടുക്കാം. യെസ് ഗൈസ് അങ്ങനെ നമ്മൾ ഫ്യൂവലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫുഡ് കുക്കാവും. ഇനി നമുക്ക് നേരെ നമ്മുടെ മൈനിങ്ങിന് പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ കോള് കണ്ടുപിടിക്കണം. ഇവിടെ ചെറിയ ചെറിയ കേവ്സ് ഉണ്ടാവും. നമുക്ക് കേവ്സിൻ്റെ ഉള്ളിലാണ് മൈനിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോകണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോള് കണ്ടുപിടിക്കണം. കോള് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ടോർച്ച് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നമുക്ക് കേവിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല. നമുക്ക് എന്തായാലും കോള് കണ്ടുപിടിക്കാൻ പോവാം. യെസ് ഗൈസ് നമുക്ക് കോള് ഫസ്റ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കോപ്പറ കിട്ടുക. എന്തായാലും നമുക്ക് കോപ്പർ മൈൻ ചെയ്തിട്ട് നമുക്ക് പോയിട്ട് കോപ്പറിൻ്റെ ആർമർ ഉണ്ടാക്കണം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കോപ്പർ മൈൻ ചെയ്തിട്ട് നമുക്ക് കോപ്പറിൻ്റെ ആർമർ ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് കോൾ മൈൻ ചെയ്യാൻ വരാം. അതിന് തന്നെ നമ്മൾ കോപ്പർ ഫുൾ കളക്ട് ചെയ്യുകയാണ്. കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ പോയി കോപ്പർ ആർമർ ഉണ്ടാക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇതേപോലത്തെ കിടിലും വീഡിയോസ് വരും. നമ്മളങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേ നമ്മൾ 23 കോപ്പർ മൈൻ ചെയ്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ നൈറ്റ് കിടന്നിട്ട് അടുത്ത ദിവസം സർവൈവ് ചെയ്യാം. യെസ് ഗൈസ് നമ്മളപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് സർവൈവൽ സീരീസിലെ ഫസ്റ്റ് ഡേ. നമ്മളങ്ങനെ ഈ നൈറ്റോടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കിടന്ന് മോർണിംഗ് ആക്കാം. നമ്മൾ ഫൈനലി നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കത് സൈഡിലൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ നമുക്ക് കോള് കണ്ടുപിടിക്കണം. നമുക്ക് മൈനിങ് എന്തായാലും പോകേണ്ടതാണ്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ഗൈസ് എന്താ അവിടെ പോക്കൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് എന്താ സംഭവം മനസ്സിലായെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് കൃത്യമായിട്ട് ഇത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവിടെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. അതിന് മുമ്പ് നമുക്ക് ഫുഡ് റെഡിയാണ്. നമുക്ക് ഫ്യൂവൽ കുറച്ചുകൂടെ ആവശ്യമുണ്ട്. നമുക്ക് അതായത് കോപ്പർ ഇതാക്കാൻ വെക്കണം, ഒരുക്കാൻ വെക്കണം.
പക്ഷേ നമുക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫുഡ് ബാക്കിയും കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 വുഡ് എടുത്തിട്ട് നമ്മൾ അതും കൂടെ വെച്ച് നമുക്ക് ഫുഡ് എന്തെങ്കിലും റെഡിയാക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് നേരെ പോയി നമുക്ക് അതവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. എക്സ്പ്ലോർ ചെയ്യും ഗൈസ്. അവിടെ ഫുൾ പുക വരുന്നുണ്ട്. ഇതെന്താ കണ്ടിട്ട് മനസ്സിലായില്ല. ഇതിനെപ്പറ്റി അറിയുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്കിത് കറക്റ്റ് എന്താണെന്ന് അറിയൂല. നമുക്കെന്തായാലും ഇവിടെ അവൻ്റെ ബാക്കിലൊരു കോപ്പർ കാണുന്നുണ്ട്. അതും കൂടെ നമുക്ക് മൈൻ ചെയ്യാം. യെസ് ഗൈസ്, നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ ബാക്കിൽ ഇതാ നമ്മുടെ ക്രീപ്പർ വന്ന് പൊട്ടിയിരിക്കുന്നു. ഗൈസ് എന്തായാലും ഡാമേജ് ഒന്നും വലിയ എത്തലില്ല. എന്തായാലും ഇവിടെയൊക്കെ കുറേ കേവ്സ് കാണുന്നുണ്ട് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ ഫുൾ സോംബിയാണ്. നമുക്ക് എന്തായാലും അവിടെ പോകണ്ട. നമുക്കിനി നേരെ നമ്മുടെ ഇവിടെ ഉള്ളിലേക്കും കൂടെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അതിന് ഇവിടെ കോപ്പർ ആണെന്നുണ്ട്. നമുക്ക് ആ കോപ്പറും കൂടെ മൈൻ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. നമുക്ക് എന്തായാലും വില്ലേജ് കണ്ടുപിടിക്കണം. നമുക്ക് വില്ലേജിലേക്ക് പോകണം. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് വില്ലേജ് പോയിട്ട് അവിടുന്ന് നമുക്ക് ഉള്ള എന്തെങ്കിലുമൊക്കെ വില്ലേജറിനെ ഊറ്റി ജീവിക്കണം. നമുക്ക് മെല്ലെ നമ്മുടെ നെതറിൽ പോകണം. നെതറിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നെതറിൽ പോയിട്ട് നമുക്ക് കുറച്ച് ആദ്യം തന്നെ ഗോൾഡ് കണ്ടുപിടിക്കണം ഗൈസ്. ഗോൾഡ് ഷൂസ് ഇല്ലെങ്കിൽ നെതറിൽ പോകാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും നെതറിൽ പോകണം. യെസ് ഗൈസ്, അങ്ങനെ നെതറിൽ പോകണമെങ്കിൽ എൻ്റർ ഡ്രാഗൻ എന്തെങ്കിലും ഈ എപ്പിസോഡിൽ കൊല്ലുന്നതാണ്. യെസ് ഗൈസ്, ഇത് അവിടെ നമ്മുടെ ഇതുണ്ട്. ഇത് വീണ്ടും ഉണ്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഗൈസ് എന്താ സംഭവം. യെസ്, ചെറുതായിട്ടൊക്കെ പൊന്തുന്നുണ്ട്. വേണ്ട ഗൈസ്, നല്ല ഡേഞ്ചറാണ്. അപ്പോൾ ആകാശം വരെ പോയി കണ്ട് വീണു. വേണ്ട, അത്യാവശ്യം നല്ല ഡേഞ്ചറാണ്. നമുക്ക് എന്തെങ്കിലും അതിൻ്റെ അടുത്ത് നിൽക്കണ്ട. നമുക്ക് നേരെ ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാം. യെസ് ഗൈസ്, അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യെസ് ഗൈസ്, അവിടെ ഒരു പശുവൊക്കെ ഉണ്ട്. നമുക്ക് അതിനെന്തായാലും കൊല്ലാം. അപ്പോൾ ഇതേപോലത്തെ കിട്ടിലും വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് നമുക്ക് ആവശ്യത്തിന് ഫ്യൂവൽ വേണം ഗൈസ്. നമുക്ക് നമ്മുടെ കോപ്പർ മൈൻ ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് കോപ്പറിൻ്റെ ആർമർ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്യൂവൽ എടുക്കാം. ഫ്യൂവലായിട്ട് നമ്മൾ കരിയിൽ തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് ഇതുവരെയായിട്ട് കോള് കിട്ടിയിട്ടില്ല. കോള് കിട്ടിയാൽ നമുക്ക് കോൾ ഫ്യൂവലായി വെക്കാം. പക്ഷെ നമുക്ക് കുറച്ച് കോള് കിട്ടിയിട്ടില്ല. നമ്മൾ മൈനിങ്ങിന് നേരെ പോയിട്ടില്ല. നമുക്ക് നേരെ ഇത് തന്നെ മൈൻ ചെയ്തെടുക്കാം. നമ്മുടെ കരിയെല്ലാം മൈൻ ഇതാക്കിയെടുക്കാം. കരിയെല്ലാം നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് നേരെ ഫർണസിൻ്റെ അടുത്ത് പോവാം. ഇനി നമുക്ക് നേരെ ഫർണസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഫ്യൂവൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കോപ്പർ മൈൻ ചെയ്തെടുക്കാം. കോപ്പർ ഇതാക്കിയെടുക്കാം. നമുക്ക് ഇനി കോപ്പർ ഒരുക്കി കഴിഞ്ഞിട്ട് നമുക്ക് കോപ്പറിൻ്റെ ആർമറൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമുക്ക് നേരെ നമ്മുടെ കോള് കണ്ടുപിടിക്കാൻ പോകണം. കോള് കണ്ടുപിടിക്കാൻ പോയിട്ട് നമുക്ക് നേരെ അങ്ങനെ കുറച്ച് പരിപാടി. നമുക്ക് ഇനി കോപ്പർ ഇതാക്കാൻ വെക്കാം. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഫ്യൂവൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ കോപ്പർ വെക്കാം. യെസ് ഗൈസ്, നമുക്ക് കോപ്പർ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം കാണാം. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ കോപ്പർ ഒരുക്കി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ സെക്കൻഡ് ഡേയും കഴിഞ്ഞു ഗൈസ്. കഴിഞ്ഞ നൈറ്റ് കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴാണ് നമ്മുടെ കോപ്പർ മൈൻ ചെയ്ത് കിട്ടിയത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് മോർണിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ കോപ്പർ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഹാർമർ ഉണ്ടാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ ഷൂസും പാൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അണിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബാക്കിയൊന്ന് കോപ്പർ എടുത്ത് വെച്ചിട്ട് നമുക്ക് അതെന്തെങ്കിലും ഒന്ന് കാണിച്ചു റൈസ്. നമ്മൾ ഓൾറെഡി അണിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ മൈനിങ്ങിന് പോകാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോൾ വേണം. അപ്പോൾ കോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേഗം പോകാം. ഈ മൈനിങ് നമുക്ക് വേഗം ഈ എപ്പിസോഡ് മാക്സിമം നമ്മൾ ഷോർട്ടാക്കി തന്നെ ഇടുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. നമുക്ക് മൈനിങ്ങിന് പോകണം. നമുക്ക് നമ്മുടെ ഇന്നത്തെ എയിം വെച്ചാൽ നമുക്ക് അയം കണ്ടുപിടിക്കണം. നമുക്ക് എന്തായാലും അയം കണ്ടുപിടിക്കാൻ പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോൾ കണ്ടുപിടിച്ചാൽ നമുക്ക് നേരെ ടോർച്ച് ഉണ്ടാക്കണം. നമുക്ക് എന്തായാലും ഈ താഴെകളൊക്കെ പോയി പോകാം. നേരത്തെ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ കോപ്പർ കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും നമുക്ക് ഈ കോളും കൂടെ കിട്ടാൻ ചാൻസ് ഞാൻ കാണുന്നു. എന്തായാലും നമുക്ക് അവിടെയും കൂടെ പോയി നോക്കാം. സ്കൈസ് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഫുൾ കുഴിയാണ്. നമുക്ക് എന്തായാലും ഈ കുഴിയിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം. സ്കൈസ് നമുക്ക് ഇവിടെ എവിടെയും കോൾ കിട്ടേണ്ടതാണ്. നമുക്ക് കോപ്പർ കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും കോളും കൂടെ കിട്ടേണ്ടതാണ്. ഇവിടെ എന്നാൽ ചെറുതായി കാണുന്നില്ല. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ അങ്ങോട്ട് ഫ്രണ്ടിൽ പോയപ്പോൾ അവിടെയും കുറേ ഇതൊക്കെ ഉണ്ട്. എന്തായാലും കോൾ ഉണ്ടാവും ഗൈസ്. കോളൊക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അയം കിട്ടാനാണ് കുറച്ച് പണി. ഗൈസ് നമുക്ക് എന്തായാലും ഈ കുഴിയിൽ ഇറങ്ങി നോക്കാം. ഗൈസ് നമുക്കിവിടെ വെള്ളം ഉള്ളതുകൊണ്ട് ഇറങ്ങാൻ സുഖമായിരിക്കും. ഉണ്ടാവുമോന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. യെസ് ഗൈസ്, അത് അവിടെ കോളുണ്ട്. നമുക്ക് നേരെ പോയി കോൾ മൈൻ ചെയ്തെടുക്കാം. കോൾ മൈൻ ചെയ്തെടുത്തിട്ട് നമുക്ക് നേരെ ടോർച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ കേവിൻ്റെ ഉള്ളിൽ ഇറങ്ങാം. അതാണ് നമ്മളെ ഫസ്റ്റ് എയിം. കേവിൻ്റെ ഉള്ളിൽ ഇറങ്ങുക, അയം കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും വീഡിയോ ആണ് എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കോൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കാം. യെസ് ഗൈസ്, നമ്മൾ ഫൈനലി നമ്മുടെ കോൾ മൈൻ ചെയ്തു. അതിൻ്റെ കൂടെ നമുക്കൊരു 30 കോപ്പറും കൂടെ കിട്ടി ഗൈസ്. എന്തായാലും നമുക്ക് ഇനി നമ്മുടെ കോപ്പറും കൂടെ മൈൻ ചെയ്യാൻ വെക്കാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ കോൾ വെച്ചിട്ട് സ്റ്റിക്ക് എടുക്കുക. സ്റ്റിക്ക് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടോർച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ മൈനിങ്ങിന് പോകണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാലും അയം കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഗോൾ. നമുക്ക് എന്തെങ്കിലും ടോർച്ച് ഉണ്ടാക്കാം.
ഗൈസ് നമ്മളങ്ങനെ ഫൈനൽ ടോർച്ച് ഉണ്ടാക്കി നമ്മളെ കുഴീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ എന്തെങ്കിലും നമ്മുടെ കേവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കാം. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ടോർച്ച് വെച്ച് വെക്കാം. നമുക്ക് നേരെ നമ്മുടെ താഴെ കേവിൻ്റെ ഉള്ളിലേക്ക് പോവാം. കേവിൻ്റെ ഉള്ളിൽ യെസ് ഗൈസ് അവിടെ കോപ്പർ കാണുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കോപ്പറിന് ഇവിടെ ഒരു ക്ഷാമല്ല ഗൈസ്. നമുക്ക് അയണാണ് നമ്മുടെ നമുക്ക് അയൺ കണ്ടുപിടിക്കണം. കോപ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കോപ്പർ മൈൻ ചെയ്തെടുക്കാം. അവിടെ മേലേക്കൊക്കെ വഴി കാണുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കോപ്പർ മൈൻ ചെയ്തെടുക്കാം. യെസ് ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ഗോളായ നമ്മളെ അയണും കൂടെ നമ്മളങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് നേരെ പോയി അയണും കൂടെ മൈൻ ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ കാരണം ചിലപ്പോൾ ഇവിടെ അയൺ കിട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബാക്കി കൂടെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ചിലപ്പോൾ നമുക്ക് ഡയമണ്ട് കിട്ടിയാലോ. അതിൽ ഇത്ര അടുത്തൊന്നും ഡയമണ്ട് കിട്ടൂല, എന്നാലും നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് അയണും കൂടെ വേഗം മൈൻ ചെയ്തെടുക്കാം. ഗൈസ് നമുക്ക് അങ്ങനെ അയൺ വേഗം മൈൻ ചെയ്തെടുക്കാം. പിന്നെ ഗൈസ് നമ്മൾ അടുത്ത നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ മിക്കവാറും വില്ലേജ് കണ്ടുപിടിക്കുക അങ്ങനെ എന്തെങ്കിലും തന്നെ ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് ഇവിടെ നിന്നിട്ട് ശരിയില്ല, ഇവിടെ ഒരു ഇതില്ല. നമുക്ക് എന്തെങ്കിലും ഇത് മൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ടൂൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ വില്ലേജ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് മിക്കവാറും വില്ലേജ് കണ്ടുപിടിക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് വേഗം മൈൻ ചെയ്തെടുത്തിട്ട് പോവാം വില്ലേജ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. നമ്മൾ എന്തെങ്കിലും അതിനനുസരിച്ച് തന്നെ ചെയ്യുള്ളൂ. നമുക്ക് എന്തെങ്കിലും താഴേക്കും കൂടെ ഒന്ന് പോയി നോക്കാം ഗൈസ്. അവിടെ നമ്മൾ കോള് കാണുന്നുണ്ട്. നമുക്ക് ആ കോളും കൂടെ വേഗം മൈൻ ചെയ്തെടുക്കാം. സത്യമായിട്ടും നമ്മൾ ഇത്ര നേരം ഇവിടെ കളിച്ചിട്ട് നമുക്ക് ഒരു മോബ്സിനെ പോലും കാണാൻ പറ്റിയിട്ടില്ല. എന്താ അറിയില്ല, മോബ്സ് ഇപ്പോൾ ടോർച്ച് വെച്ച് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ മോബ്സ് ഇതാവാത്ത ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവേണ്ടതാണ് ഗൈസ്. മോബ്സ് ഉണ്ടാവും, മോബ്സ് ഇല്ലാണ്ടിരിക്കൂല. നമുക്ക് എന്തായാലും മിക്കവാറും ആ ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഗൈസ് പറഞ്ഞ പോലെ തന്നെ അതാ മോബ്സിൻ്റെ കാലിലാണ് മോബ്സ് വന്നു. ഫൈനലി നമ്മൾ അങ്ങനെ ഒരു മോബിനെയും കൂടെ കണ്ടിട്ടുണ്ട്. ഗൈസ് നല്ല ഡാമേജ് ഇടുന്നുണ്ട്. എന്തായാലും നമ്മൾ അതിനെയും കൊന്നുണ്ട്. എന്തായാലും ആ വന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയേക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. യെസ് ഗൈസ് അവിടെ അയനുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. പക്ഷെ നമുക്ക് ഇന്ന് എന്തായാലും നമ്മുടെ അയന ഗോളായത് കൊണ്ട് നമ്മളെന്തായാലും അയൻ കണ്ടുപിടിച്ച് നമ്മുടെ ആ ഗോൾ അങ്ങ് ഇന്നത്തെ വീഡിയോയിൽ തീർക്കും. എന്തായാലും നാളെ നമുക്ക് എന്തെങ്കിലും നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കുന്നത് തന്നെ ആയിരിക്കും. യെസ് ഗൈസ് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ്. യെസ് ഗൈസ് അവിടെ അയനും കൂടെ മൈൻ ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം. ഗൈസ് അവിടെ ലാപ്പീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ ലാപ്പീസ് മൈൻ ചെയ്യുന്നതിന് വരാം. അയൺ 26 അയൺ കിട്ടും ഗൈസ്. അപ്പോൾ അയൺ ഒരുക്കിയിട്ട് നമുക്ക് അയൺ ടൂൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ ഇതാക്കാൻ വരാം ഗൈസ്. അങ്ങനെ നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. മേലെ എത്തി നമുക്ക് ഇനി ഇപ്പോൾ നമ്മൾ വീഡിയോ 2x പ്ലേ ചെയ്യുന്നത് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ കോപ്പർ ഉണ്ട്. നമ്മൾ ആ താഴേക്ക് വെറുതെ ഇറങ്ങി നോക്കിയതാണ്. ആ കോപ്പറിൻ്റെ ഒരു ചെറിയ തിളക്കം കണ്ടിരുന്നു നമ്മുടെ ഷെയ്ഡറിൻ്റെ അതായതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടെ മൈൻ ചെയ്ത് വേഗം പോവാം. ഗൈസ് ഇവിടെ കോളും ഉണ്ട്. നമുക്ക് എന്തായാലും വേഗം കോളും കൂടെ മൈൻ ചെയ്യാം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഗൈസ്. നമ്മൾ ഇതേപോലത്തെ കിടിലെങ്കിലും വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ നമ്മുടെ MZRP പോലത്തൊരു വേൾഡ് നമ്മൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് നമ്മൾ തുടങ്ങണോ വേണ്ടോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി താഴേക്കും കൂടെ ഒന്ന് ജസ്റ്റ് ഗൈസ് അവിടെ അയണും കൂടെ ഉണ്ട്. നമുക്ക് ആ അയണും കൂടെ മൈൻ ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ഫർണസിൻ്റെ അടുത്ത് പോകാം ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിൻ ഗോളായ അയൺ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഫർണസിൻ്റെ അടുത്ത് പോവാം ഗൈസ്. നമുക്ക് നമ്മുടെ ഫർണസിൻ്റെ അടുത്ത് പോവാം. എന്തായാലും നമുക്ക് നേരെ മേലെ പോയതിന് ശേഷം കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. മേലെ എത്തിയപ്പോൾ നൈറ്റാണ്. ഗൈസ് ഇവിടെ സോംബി ഗൈസ് പറഞ്ഞില്ല അപ്പത്തേ സോംബി വന്ന് ഓടാ ഗൈസ്. ഇവിടെ ഫുൾ സോംബിയാണ്. എത്ര നമുക്ക് മേലെ എത്തി നമുക്ക് പോയി കിടന്നുറങ്ങണം. ഇവിടെ ഫുൾ സോംബി. മേലേക്കാണ് കയറാനും പറ്റുന്നില്ല. വില്ലേജർ സോംബി ഉണ്ട്. അപ്പോൾ ഈ അടുത്തെവിടെ വില്ലേജ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ അടുത്ത ദിവസം വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. അപ്പോൾ ഗൈസ് ഫുൾ സോംബി ചത്ത് എന്തോ ബാക്കി നമുക്ക് ആകെ 3.5 ഹാർട്ടും കൂടിയാണ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എന്തോ നമ്മൾ കഴിച്ചില്ലായി. ഇനി നമുക്ക് നേരെ പോയി കിടന്നുറങ്ങി നമ്മൾ മെയിൻ ഗോളെ ആയം കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഏകദേശം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ആയം കണ്ടുപിടിച്ച് നമുക്ക് നേരെ പോയി ഇവിടെ ടോർച്ച് വെച്ചിട്ട് വേഗം കിടന്നുറങ്ങി. സോംബി ഒന്നും വരണ്ടാറിട്ട് നമുക്ക് നേരെ ടോർച്ച് വെച്ച് നമുക്ക് നേരെ കിടന്നുറങ്ങും. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ടുണ്ട്. എവിടെയും ഓപ്ഷനൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നമ്മുടെ മെയിൻ ഗോളായ അയൺ നമ്മൾ കണ്ടുപിടിച്ചു. യെസ് ഗൈസ് നമ്മൾ അയൺ പറഞ്ഞില്ല അപ്പോഴത്തെ അതായിരുന്നു സ്കെൽട്ടൺ. നിങ്ങൾക്ക് എവിടുന്ന് സ്പോണായി വരുന്നോ? അതായത് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നമ്മുടെ മെയിൻ ഗോളായ അയൺ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നാളെ നമ്മൾ അടുത്ത ദിവസത്തിൽ നമ്മുടെ അയൺ പിക്കപ്സ് നമ്മുടെ അയൺ ടൂൾസൊക്കെ ഉണ്ടാക്കും. പക്ഷേ അങ്ങനെ മോബ്സ് എത്തും. ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെയാണ് ക്രീപ്പർ. എൻ്റെ ഇത് ഫുൾ മോബ്സാണ് ഗൈസ്. എന്തായാലും പ്രാവശ്യം ക്രീപ്പറിനെ കൊല്ലണം. എന്നീ പൊട്ടിച്ച് നശിപ്പിക്കണം. നമുക്ക് എന്തെങ്കിലും ക്രീപ്പറിനെ ഇങ്ങനെ വന്ന് കൊല്ലാം.
ക്രീപ്പറിനെ കൊല്ലണം. ക്രീപ്പർ വെറും അല്ലമ്പ ക്രീപ്പർ വെറുതെ ഒന്ന് പൊട്ടുക ചാവും, ഇത് തന്നെ പരിപാടി. അപ്പോൾ എന്തായാലും ക്രീപ്പറിനെ കൂടെ കൊന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതായത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആ നെക്സ്റ്റ് എപ്പിസോഡ് വില്ലേജ് കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡായി വീണ്ടും വരും എന്ന് പ്രതീക്ഷിക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.